നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി താഴെ ഇറങ്ങി നേരെ അടുക്കളയിലേക്കാണ് പോയത്. അടുക്കള വാതിൽ എത്തിയിട്ടില്ല. അതിനു മുന്നേ മനസ്സിലായി താൻ ഇവിടെ ഉള്ളപ്പോൾ ആരൊക്കെ വരുതെന്ന് ആഗ്രഹിച്ചോ അവരൊക്കെ വന്നിരിക്കുന്നു. മടിച്ച് അടുക്കളയിലേക്ക് വരുന്ന നീലാംബരിയെ കണ്ടതും കൽപ്പനയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കൽപ്പനയുടെ ഇടവലം നിന്ന് നീലാംബരിയെ തുറിച്ചു നോക്കിയാണ് മായയും ലാവണ്യയും. ലാവണിയുടെ കണ്ണിൽ മുകുന്ദന്റെ പ്രണയിനിയോടുള്ള പകയാണ് എരിയുന്നതെങ്കിൽ മായയുടെ കണ്ണിൽ തനിക്കില്ലാതെ പോയ സൗന്ദര്യം കണ്ടതിന്റെ അസൂയയാണ്. പക്ഷേ നീലാംബരിയുടെ കണ്ണുകൾ ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. മുകുന്ദൻ എന്ന അവളിലെ ഭയം. തറവാടിന്റെ ഏതെങ്കിലും മൂലയിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അവൾ ചുറ്റിലും പരതി. ഉമ്മറത്ത് ശശിധർ മാമയുടെ സംസാരം കേൾക്കുന്നുണ്ട്. മുത്തശ്ശനോടാവും അവൾ ഓർത്തു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ലേ, ഇവള് വന്ന് ഇവരെ ഒളിച്ചു വെക്കാന്ന് കരുതി കാണും തള്ളയുമോളൂ. പ്രത്യേക ഇനത്തിൽ ദുഷിച്ച് തുപ്പിക്കൊണ്ട് കയ്യിലിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ചൂടുദോശ ചമ്മന്തിയിൽ മുക്കി വിഴുങ്ങിയാണ് കൽപ്പന. മുകുന്ദ നിന്നെ എത്ര ദിവസമായി വിളിക്കുന്നടി? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഫോണിൽ കിട്ടാറില്ലല്ലോ നിന്നെ. നിന്റെ തള്ള നിന്നെ ഒന്ന് വിളിക്കാറെന്ന് ഇവിടുത്തെ അമ്മ പറയാറുണ്ടല്ലോ. നിന്റെ ഫോണിൽ എടുത്തേ നോക്കട്ടെ. നീ മായേ, ഇവൾ അതിന് വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ നോക്കിയേ. കൽപ്പന ദേഷ്യത്തോടെ ഒച്ചയെടുത്തു. അത് കേട്ടുകൊണ്ടിരുന്ന ലാവണിക്ക് കൽപ്പനയോടാണ് ദേഷ്യം തോന്നിയത്. അപ്പച്ചി, ആ പാട്ട ഫോണിൽ ഇവിടെ എന്ത് ചെയ്തു വെക്കാനാ? മൂന്നിന്റെ ഇവിടെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ലേ? ഇവള് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് പെണ്ണായിട്ട്? അടുക്കളയിൽ നിന്ന് കേൾക്കുന്ന ഒച്ചപ്പാടും ബഹളം കേട്ടിട്ടാണ് ശശിധരൻ അങ്ങോട്ടേക്ക് വന്ന് നീലാംബരിയെ കണ്ടതും അയാളൊന്ന് അമ്പരന്നു. നീ എന്നാ വന്ന്? വെള്ളിയാഴ്ച വന്നു. നീലാംബരി പതിഞ്ഞ സ്വരത്തിലാണ് പറഞ്ഞു. ഓ, വരവും പോക്കും ആരെ അറിയിക്കണ്ടെന്ന് നീ അവളാ തീരുമാനിച്ച്? അയാൾ ഒച്ചയെടുത്തു. അത് മുത്തശ്ശിക്ക് വയ്യാന്നറിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് വന്ന. കുറെ ദിവസം എന്റെ ഫോൺ ചീത്തയായിട്ട് കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയുടെ ഫോണിൽ നിന്നാ ഞാൻ അമ്മയെ വിളിക്കാറ്. അപ്പോഴേ അമ്മ പറഞ്ഞ മുത്തശ്ശിക്ക്. നിർത്തി, അവൾ പറഞ്ഞു മുഴുമിക്കും മുമ്പ് അയാൾ അലറി. നീ ഇവിടെ വന്നിട്ട് ഇത് മൂന്നാമത്തെ ദിവസാ. നീ വന്നവരെന്തുകൊണ്ട് ആരെയും അറിയിച്ചില്ല? മുകുന്ദൻ അവൻ അധികാരപ്പെട്ടാ. നീ താലി കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. നിന്റെ ഭർത്താവ് തന്നെ അവൻ. അവനോട് ആലോചിക്കാൻ നിന്റെ ചെറുവിരൽ പോലും അനങ്ങാൻ പാടില്ല. അടുത്ത കൊല്ലം ഈ സമയം അവന്റെ ആവാനുള്ളതാ. നീ കുറെ കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കാനുണ്ട്. അതിനുവേണ്ടിയാ നിന്നെ കൊണ്ട് വിളിച്ചു വരുത്താൻ ഞങ്ങൾ തീരുമാനിച്ച്. ശശിധരന്റെ അലർച്ചയിൽ അവളെ ഞെട്ടി. വിളിച്ചു വരുത്തിയതോ? ശശിധരൻ മാമേ, എന്നെ വിളിച്ചു വരുത്തിയല്ല, ഞാൻ മുത്തശ്ശിക്ക്. ആള് വിക്കി പറഞ്ഞു. നിർത്തടി, നീ എന്റെ ഒപ്പം ചലക്കാറായോ? മുഖം കുനിച്ച് നിലത്ത് നോക്കി നിൽക്കണം. നീ വേഴച്ചുണ്ടായവളെ വലിയ ഉദ്യോഗക്കാരിയാണെന്ന് ആ ഭാവമായോ നിനക്ക്? അയാളുടെ തുറിച്ച കണ്ണുകളിൽ നോക്കാൻ പോലും നീലാംബരിക്ക് ഭയം തോന്നി. അത് കേട്ട് ഊറി വന്ന പൂച്ചച്ചിരി കൽപ്പന വികൃതമായി മുഖത്ത് കാട്ടി. എന്ത് ഉദ്യോഗക്കാരിയാന്നാ ശശിയേട്ടാ? ഇവിടെ പഠിപ്പണ്ടിട്ടോ പട്ടിയാണെന്ന് ചാകുന്ന എഴുതിയിട്ടോ അല്ല അങ്ങ് ദൂരെ ജോലിക്കയച്ച്. ജോലിയൊക്കെ ഇവിടെയും കിട്ടും. പക്ഷെ എന്റെ കുട്ടി മുകുന്ദൻ, അവനൊരു പാവ. നിന്റെ ഈ തൊലിവെളുപ്പിൽ വീണുപോയി അവൻ. നിന്റെ മേനി കണ്ട് മയങ്ങി അവന് വല്ല അബദ്ധവും പറ്റിപ്പോയാ എന്റെ ചെറുക്കന്റെ ജീവൻ ആപത്താ. അവന്റെ ഉശിരി കാണുമ്പോ നീയും എല്ലാം മറന്ന് അവനെ മയക്കും. നിന്റെ തള്ള രണ്ടെണ്ണത്തിനെ മയക്കി കൊന്ന പോലെ. കൽപ്പനെ! ശശിധരൻ അലറി. അബദ്ധത്തിൽ വീണുപോയ വാക്കുകളോർത്ത് കൽപ്പന നിന്ന് പരിങ്ങി. രണ്ടെണ്ണത്തിന് എന്നോ? നീലാംബരിയുടെ മുഖത്ത് ചോദ്യഭാവം കണ്ട ഉടനെ ശശിധരൻ വിഷയം മാറ്റി. നീ എന്താ തിരിച്ചു പോന്ന്? ഇന്ന് പോണം, നാളെ ജോലിക്കാനുള്ളതാ. അവൾ നിലത്ത് നോക്കി പറഞ്ഞു. അവൾ പറഞ്ഞു പിടിക്കാത്ത പോലെ കൽപ്പന ഒച്ചയെടുത്തു. ഇന്നിനി നീ പോണ്ട, മുകുന്ദൻ വരട്ടെ. അവൻ വന്നിട്ട് പോയാൽ മതി. ഞങ്ങൾ രാത്രിയെ പോകത്തുള്ളൂ തുളസി. ഇന്ന് പുറത്ത് അടുക്കളയിൽ പാചകം ചെയ്താൽ മതി. ഇവിടുത്തെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ജംഗ്ഷനിൽ പോയി കോഴിയോ പോത്തോ മറ്റോ വാങ്ങിക്കണം. നല്ലപോലെ വെച്ചുണ്ടാക്കണം. എൻ്റെ ആങ്ങൾ ഊണിനുണ്ടാവും. കൽപ്പന കൽപ്പിക്കും പോലെ പറഞ്ഞു. ഇന്ന് എറണാകുളത്തേക്ക് പോകണമെന്ന് കരുതിയതല്ല, മണ്ടേ പോകാനിരുന്നാണ് നീലാംബരി. പക്ഷെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഈ നിമിഷം ഇറങ്ങിയോടാൻ അവൾ ആഗ്രഹിച്ചു. ഇവരെയൊക്കെ എതിർത്തൊരടി അനങ്ങാൻ തനിക്ക് കഴിയില്ല. അമ്പലത്തിൽ നിന്ന് ഒരു ഇലച്ചീന്തിൽ പ്രസാദവുമായി അവിടേക്ക് വന്ന ഭദ്ര എല്ലാവരെയും നോക്കി. അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. നിത്യേന കാണുന്ന കാഴ്ചയാണ്. ലാവണിയും മായും എല്ലാ ഞായറാഴ്ചകളിലും വരാറുമുണ്ട്. മഴയായതുകൊണ്ട് 2 ദിവസം ആരും വന്നിരുന്നില്ല. അതിന്റെ സമാധാനവും അപ്പോഴെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ മകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭദ്രയിൽ വല്ലാത്തൊരു വിഷമമുണ്ടായി. എന്നും താൻ കേൾക്കുന്ന കുത്തുവാക്കളിൽ നിന്ന് അവളും സഹിക്കണമല്ലോ. ഇപ്പൊ തന്നെ അവൾ ഏതാണ്ടൊക്കെ കേട്ട മട്ടാണ്. ചുമന്ന കരയുള്ള മുണ്ട് നേരിയതും ചുവന്ന ഒരു ബ്ലൗസുമായിരുന്നു ഭദ്രയുടെ വേഷം. വെളുത്തു മെലിഞ്ഞ ഐശ്വര്യമുള്ള മുഖം. നീലാംബരിയെയും ഭദ്രയും കണ്ടാൽ ചേച്ചിയും അനുജത്തിയെന്നേ പറയും. കൽപ്പനയെ ശശിധരൻ വിവാഹം ചെയ്തു വന്നപ്പോൾ ഭദ്ര ചെറിയ പെൺകുട്ടിയാണ്. അന്നു മുതലേ ഭദ്രയെ കൽപ്പനയ്ക്ക് ഇഷ്ടമല്ല. വളർന്നു വരുന്നതോറും സുന്ദരിയായിക്കൊണ്ടിരിക്കുന്ന ഭദ്രയോട് എന്നും അസൂയ മാത്രമായിരുന്നു അവർക്ക്. രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും. ആരെ പാട്ടിലാക്കാൻ പോകണമെന്ന് ആർക്കറിയാം? കൽപ്പന വീണ്ടും തുടങ്ങി. നീലാംബരി മെല്ലെ നടന്ന് ഭദ്രയുടെ അടുത്ത് വന്ന് പതിയെ കാതിലായി പറഞ്ഞു. കറക്റ്റ് സമയത്ത് തന്നെ വന്ന സ്ഥിതിക്ക് കുട്ടി നിന്നങ്ങടെ കേൾക്കൂ. തമ്പുരാട്ടിമാർ പറയുമ്പോൾ അവൾ ഭദ്രയെ കളിയാക്കി. ഭദ്ര ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഭദ്ര നീലാംബരിയുടെ കൈയും പിടിച്ച് അവിടുന്ന് അവരുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോളിന്ന് പോകുന്നുണ്ടോ? ഭദ്ര പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. പോകാൻ പറ്റില്ലെന്ന് അമ്മായി പറയുന്ന അമ്മ. പറഞ്ഞ ശേഷം പെട്ടെന്ന് അവൾ അല്പം ദേഷ്യത്തിൽ വിളിച്ചു. അമ്മ, എന്താ മോളെ? എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. പറ മോളെ. അവർ നീലാംബരിയുടെ മുറിയിലെ കട്ടിലേക്ക് ഇരുന്നു. മുത്തശ്ശിക്ക് വയ്യെന്ന് പറഞ്ഞല്ലേ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? പിന്നെന്താ അവരൊക്കെ പറയുന്നത്? എന്തൊക്കെ തീരുമാനിക്കാണ് എന്നെ വിളിച്ചു വരുത്തിയെന്ന്?
ഭദ്ര മുഖം കുനിച്ചു. പറമ്മ, എനിക്കറിയണം. മോളെ, അത് മോള് വരുന്നതിന് 2 ദിവസം മുമ്പ് കൽപ്പനയെടുത്തി അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. ഒന്ന് നിർത്തിയിട്ട് ഭദ്ര പെട്ടെന്ന് പോയി വാതിലടച്ച് കുറ്റിയിട്ടു. മോളുടെ വിവാഹം ഒരു തീയതി നിശ്ചയിച്ച് വെക്കണമെന്ന് അവര് വലിയ നമ്പൂരിയോട് സംസാരിച്ചത്രേ. വിവാഹ നിശ്ചയം നടത്തി വെക്കുന്നതിൽ തെറ്റില്ല പോലും. താലി കെട്ടിയാലേ ദോഷം ബാധിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് കുട്ടിയുടെയും മുകുന്ദന്റെയും നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുക ഇവിടെ ഉള്ളവര്. അതിൻ്റെ കൂടെ വിവാഹ ഡേറ്റ് നോക്കുന്ന പറയണ കേട്ടു. നീലാംബരി നിലത്തേക്കായി ഊർന്നിരുന്നു പോയി. അവൾ വല്ലാത്തൊരു തളർച്ചയോടെ ദയനീയ ഭാവത്തിൽ ഭദ്രയെ നോക്കി. തലയിണയിൽ മുഖം പൊഴുത്തി വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു ഭദ്ര. വിവാഹക്കാര്യം പറഞ്ഞ ശേഷം തന്നൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല തന്റെ മകൾ. ഒരു ശീലകണക്കെ നിലത്ത് ചുമലിൽ ചാരിയിരിക്കുന്ന മകളെ നോക്കിൽ കാണാൻ മനക്കരുത്ത് ഭദ്രയിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുറിയിലേക്ക് ഓടി വന്നത്. കാരണം ഭദ്ര തന്റെ മകൾക്കുമ്പിൽ കഴിവുകെട്ട ഒരു അമ്മയായി പോയിരുന്നു. മകളുടെ ദുർവിധി തടയാൻ കഴിയാത്തൊരമ്മയും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. താൻ ജീവിച്ചിരിക്കുന്ന പോലും അമ്മയെന്ന പുണ്യവത്തിനൊരു അപമാനം മാത്രമാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുൻബലവും പിൻബലവും എല്ലാം അവളുടെ മാതാപിതാക്കളാണ്. തന്റെ മകളെ സംബന്ധിച്ചിടത്തോളം പേരിനൊരമ്മ, അതാണ് താൻ. അച്ഛനെന്ന് പറയുന്നത് എന്താണെന്ന് കൂടി അറിയില്ല അവൾക്ക്. സ്വന്തം കുഞ്ഞിന്റെ കാലിൽ ഒരു കുഞ്ഞ് മുള്ളുകൊള്ളുന്ന പോയിട്ട് ഒരു ഉറുമ്പ് കടിക്കുന്ന പോലും സഹിക്കാൻ കഴിയില്ല ഒരു അമ്മയ്ക്ക്. അങ്ങനെ ഇരിക്കുകയാണ് മുറ്റത്തിൽ നിൽക്കുന്ന പേരമരത്തിന്റെ കനം കുറഞ്ഞ കമ്പ് നോക്കി മുറിച്ചെടുത്ത് കൽപ്പന 2.5 വയസ്സുള്ള തന്റെ മകളുടെ ശരീരത്തിൽ തലങ്ങും വിലങ്ങും അടിച്ചത്. ആദ്യമായി അറിയുന്ന അടിയുടെ ചൂടിൽ കുഞ്ഞു നീലാംബരി നിലത്തുനിന്നും ചാടി ചാടി തന്നെ നോക്കി ഉച്ചത്തിൽ അലറിക്കറിയുന്ന ഒരു ശിലകണക്കെ നോക്കി നിന്നിട്ടുണ്ട് താൻ. അപ്പോഴേക്ക് തന്റെ കുരുന്നുമകൾ കരുതിക്കാണും അമ്മ തന്നെ രക്ഷിക്കാൻ ഓടി വരുമെന്ന്. ആ ഒരു നിമിഷം 6 മാസം മാത്രം പ്രായമുള്ള നീലാംബരിയെ വലിയ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച തന്റെ സഹോദരൻ ശശിധരന്റെ മുഖം താനൊരു നിമിഷം മറന്നുപോയി. ഓടിച്ചെന്ന് കൽപ്പനയുടെ കാലിൽ വീണു. തല്ലല്ലേ എടുത്തി, എന്റെ കുഞ്ഞിനെ തല്ലല്ലേ, അവള് കുഞ്ഞല്ലേ. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ കാൽക്കെ കിടന്നുരുണ്ടു താൻ. ഹൃദയം നിലച്ചു പോകുന്ന ആ ഓർമ്മകൾ ഭദ്രയുടെ മനസ്സിലേക്ക് ഓടി വന്നു. കുഞ്ഞു നീലാംബരി ഒറ്റക്കാലിൽ തലകീഴായി തൂക്കിയെടുത്ത് ശശിധരൻ നേരെ പോയി തറവാട് കിണറ്റിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അടി തടഞ്ഞാൽ പിടിവിടും, അതായിരുന്നു തനിക്കുള്ള ശിക്ഷ. പിന്നീട് അങ്ങോട്ട് താനൊരു ശവമായിരുന്നു, ജീവനുള്ള ശവം. ചിലപ്പോൾ സ്വയം ചത്താലവും തോന്നും. അപ്പോൾ തന്റെ മകളെ അവർ കൊല്ലാതെ കൊല്ലുന്ന ഓർമ്മ വരും. ചിലപ്പോൾ എല്ലാവരെയും കൊന്നാലവും തോന്നും. അപ്പോഴും തന്റെ മകൾ തെരുവിൽ തിണ്ടെന്ന് ഓർമ്മ വരും. ചിലപ്പോൾ തോന്നും തന്റെ മകൾ, തന്റെ ചോര, അവളെ തന്നെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്ന്. പക്ഷേ നിറചിരിയോടെ ഓടി വന്ന് തന്റെ അടുത്തിരുന്ന് അമ്മാവനും അമ്മായും തല്ലിയ പാടുകൾ ചൂണ്ടിക്കാട്ടി ഭാഷ വഴങ്ങാത്ത നാവിനാൽ കുസൃതിയോടെ സംസാരിക്കുന്ന മകളെ കാണുമ്പോൾ താൻ വെറും സാധാരണക്കാരിയായ അമ്മയായി മാറിപ്പോവും. ആ ഓർമ്മയിൽ ഏങ്ങലടിച്ച് കരഞ്ഞുപോയി ഭദ്ര. പുറത്തടുക്കളയിൽ നിന്ന് മാംസം വേവുന്ന മണം ജനൽ വഴി മുറിയിലേക്ക് എത്തിയതും ജനൽപ്പാളി വലിച്ചടച്ച് കുറ്റിയിട്ടു ഭദ്ര. എപ്പോഴേക്കോ പിടിച്ചു വെച്ച വേദനകൾ അണപൊട്ടി ഒഴുക്കി നീലാംബരി. കട്ടിൽ കിടന്ന് തലയിണിൽ മുഖം പൂഴ്ത്തി അവളെ ഏങ്ങലടിച്ച് കരഞ്ഞു. എന്തുകൊണ്ടാണ് തനിക്കിവിടെ ആരും എതിർത്ത് സംസാരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് താൻ തറവാട്ടിലുള്ളവരെ മാത്രം ഭയക്കുന്നത്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഭീകര സത്വത്തെ പോലെ തന്നെ മുന്നിൽ വിറച്ചുകൊണ്ടിരുന്ന ശശിധരൻ പറയുന്നു. അവൾ ഞെട്ടിലോടെയും ഭീതിയോടെയും കേട്ട് നിന്നിട്ടുണ്ട്. 10ാം ക്ലാസ് ജയിച്ചപ്പോഴും കേട്ടു, +2 ജയിച്ചപ്പോഴും കേട്ടു, ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴും കേട്ടു, ഒടുവിൽ മുകുന്ദനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോഴും കേട്ടു. ആദ്യമായി കേട്ടത് 10ാം ക്ലാസ് ജയിച്ചപ്പോൾ തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ്. അനുസരണക്കേടെങ്ങാനും കാണിച്ചാ നിന്റെ അമ്മ ഭദ്രയെ ആരും അറിയാതെ തറവാട്ടുകുളത്തിൽ കൊന്നു താഴ്ത്തു. അന്ന് താൻ ഭയന്ന് വിറച്ച് നിലത്തൊരു മൂലയിൽ ഒതുങ്ങിക്കൂടി. കണ്ണുകളടച്ചാൽ പിടയുന്ന അമ്മയുടെ ശരീരം ഓർമ്മ വരും. താൻ പോലും അറിയാതെ തന്റെ ശരീരം തളരുന്നു. മനസ്സിന്റെ താളം പിഴച്ചുകൊണ്ട് മയക്കത്തിലേക്ക് വീണുപോകുന്ന അവസ്ഥയിൽ ഭയം പലപ്പോഴും അവളെ കൊണ്ടെത്തിച്ചു. പിന്നീട് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. താൻ അനുസരണക്കേട് കാണിച്ചാൽ തനിക്കുള്ള ശിക്ഷ ഇതാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിൽ എല്ലാവരും ഒരുപോലെ ഭയക്കുന്ന ഒന്ന്. തന്നെ ജനിപ്പിച്ചവരുടെയും തന്നിൽ ജന്മെടുത്തവരുടെയും മരണം മുന്നിൽ കാണേണ്ടി വരിക എന്നുള്ളത്. അതിനേക്കാൾ ഭീകരത മറ്റെന്തിനെങ്കിലും ഉണ്ടോ? ഉത്തരം കിട്ടാത്ത ഒരേ ചോദ്യമായി ഒരു ചുമരിന്റെ അപ്പുറവും ഇപ്പുറവും നെഞ്ചുപൊട്ടുന്ന വേദനയും പേറി ഒരമ്മയും മകളും ഇരുന്നു. എന്നാൽ താൻ മാത്രം കേട്ട ഒരാളുടെ വാക്കുകളിലാണ് ഭദ്ര എന്ന അമ്മ ഇത്രയും കാലം ജീവിച്ചത്. നിന്റെ വയറ്റിൽ വളരുന്നത് എന്റെ ചോരയാണ്. നിലാവും മുല്ലപ്പൂവും ചേർന്ന് സൃഷ്ടിച്ച നമ്മുടെ കുഞ്ഞു നീലാംബരി പൂവ് നമ്മുടെ മകൾ. അതെ, മകൾ തന്നെയാണ്. അവൾക്ക് വേണ്ടി അങ്ങ് ദൂരെ ഒരു രാജകുമാരൻ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ മകൾ അവൻ്റെയാണ്, അവൻ്റേതാണ്, അവൻ്റേത് മാത്രമാണ്. പക്ഷെ എവിടെ? ആരാണവൻ? എവിടെയാണവൻ? ഭദ്രയുടെ മുന്നിൽ ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചു. മാൻഷനിലെ വലിയ ലിവിംഗ് ഏരിയയിലെ സോഫയിൽ ശ്രീ പാർവതിയുടെ ഇടങ്കയിൽ വലം കൈ കോർത്ത് കണ്ണുകളടച്ച് തോളിൽ തലയായിച്ചിരുന്ന് ജാൻ മൂക്കിയേറ്റി ഉറക്കെ തുമ്മി. ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് ഈ ഉണ്ണിക്കുട്ടനെ? അതെങ്ങനെയാ? കുളിച്ചിട്ട് മുടി നല്ലപോലെ തോർത്തെന്ന് പറഞ്ഞാൽ കേൾക്കില്ലാലോ. അതിന്റെയാ ഇവനീ കിടന്ന് തുമ്മുന്ന്. കനകൽപ്പൻ ശാസനയോടെ പറഞ്ഞു. അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ അവൻ അങ്ങനെ തന്നെ കണ്ണുകൾ അടച്ചിരുന്നു. അന്തസ്സായി വീണ്ടും വീണ്ടും തുമ്മി. ഇത് അതൊന്നല്ലമ്മേ, ക്ലൈമറ്റിന്റെയാ. ഈ ഡസ്റ്റ് പോലെ തന്നെ അന്തരീക്ഷത്തിൽ ഈർപ്പവും. ഇപ്പൊ മഴയൊക്കെയല്ലേ,
മാത്രമല്ല ഉണ്ണിക്കുട്ടിന് ഡസ്റ്റ് അലർജിയുണ്ട്. മോന് മമ്മിയുടെ റൂമിലെ മെഡിസിൻ ബോക്സിൽ മോൻ്റെ ഒരു 10 mg ടാബുണ്ട്. നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് പറഞ്ഞെടുത്ത് കഴിക്കണം. നാളത്തേക്ക് ഈ തുമ്മലും ചീറ്റെല്ലാം ഓക്കെ ആവും. ഉണ്ണിക്കുട്ട, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് നീ? സ്ത്രീ തന്റെ തോളൊന്ന് വെട്ടിച്ചുകൊണ്ട് ജാനെ നോക്കി. അവനൊന്ന് ഇരുത്തി മൂളി. ഇതെല്ലാം കണ്ടും കേട്ട് പുച്ഛത്തോടെ ശിവനാഥിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് കിരൺ. പിന്നെ തലതോർത്താണ് ഡസ്റ്റ് അലർജി ടാബ്ലറ്റ് കഴിക്കണം. വേറെന്തൊക്കെയാ? ഇതൊന്നും അല്ല, ഇവൻ ആരോ നല്ലപോലെ സ്മരിക്കുന്നുണ്ട്. അതിന്റെയാ ഈ നിർത്താതെയുള്ള തുമ്മല്. കിരൺ പുച്ഛത്തോടെ തട്ടിവിട്ടു. അതാരാടാ ഈ നട്ടുച്ചക്ക്? അതും ഭക്ഷണം കഴിക്കാറായ സമയത്തൊക്കെ ഇവനെ സ്മരിക്കാൻ. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത പോലെ സ്വയം വയറൊഴിഞ്ഞോട് ശിവനാഥ് കിരണിനോട് ചോദിച്ചു. കിരണിന്റെ മനസ്സിൽ കുറെ മഞ്ഞ മഞ്ഞ ബൾബുകൾ കത്തി. ഒപ്പം കുറെ ലഡുവും പൊട്ടി. അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവനെ സ്മരിക്കണമെങ്കിൽ അതെന്റെ പെങ്ങൾ തന്നെ ആയിരിക്കും. ആവണല്ലോ. അന്നവിടെ ഒറ്റ ഡയലോഗിലല്ലേ മിസ്റ്റർ ഉണ്ണിക്കുടന്റെ കിളി പറന്നു പോയത്? ഏതാ? മറ്റേ പുല്ലും വൈക്കോലും കാടിയും. കിരണിന്റെ പറച്ചിലും ചിരിയും കൂടി ആയതും എല്ലാവരും അതുപോലെ തന്നെ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഒരുമാതിരി ലോഫർ യോഗ ചെയ്യുന്ന പോലെ ജാൻ കണ്ടുറന്ന് കിരണിനെ നോക്കി. ആ നോട്ടത്തിൽ കിരണിന്റെ വാരിയിൽ വരെ ഭസ്മമായി പോയി. നീ പറയുന്ന കേട്ട് എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കാണാനൊരാഗ്രഹം. കനകൻ തന്റെ ആഗ്രഹം കിരണിനോടായി പറഞ്ഞു. അതിനെന്താ, ഏതെങ്കിലും ഒരു സൺഡേ നീ ആ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകിരണം. പറയുമ്പോൾ ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ ചോദിച്ചോ കിരൺ. കിരണിന്റെ തല തനിക്ക് നേരെ പിടിച്ചിരിച്ച് ശിവനാഥ് ചോദിച്ചു. പക്ഷേ കിരണിന്റെ കണ്ണുകൾ അപ്പോഴും ജാന്റെ മുഖത്തായിരുന്നു. ചുണ്ടിന്റെ മെഷർമെന്റ് എന്തോ വ്യത്യാസം പോലെ. കലിപ്പം തെണ്ടിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചിരി പൊട്ടുന്നുണ്ടോ എന്നൊരു സംശയം. നീ അങ്ങനെ ഇപ്പൊ ചിരിക്കണ്ട. അതുമോർത്ത് കിരൺ നിസ്സാരഭാവത്തിൽ എല്ലാവരോടുമായി പറഞ്ഞു. പിന്നെന്താ, ഞാൻ അവളൊരു ദിവസം ഇവിടെ കൊണ്ടുവരാം. പക്ഷെ ഇന്ന് നടക്കില്ല, അവള് സ്ഥലത്തില്ല. ശരിയാ, കിട്ടുന്ന ഒരു സൺഡേ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ കിട്ടുന്ന ഒരു അവസരം. പ്രായം അതാണല്ലോ, അപ്പോഴാ ഇവിടേക്ക് വരാൻ പോകുന്നത്. ശിവനാഥ് കിരണോടൊപ്പം ചേർന്ന് ഒന്നറിയാ തട്ടിവിട്ടു. അതൊന്നും കൊണ്ടല്ല ശിവങ്കിൾ. അവളങ്ങനെ കറങ്ങി നടക്കുന്ന കൂട്ടത്തിലൊന്നല്ല. അവള് നാട്ടിൽ പോയതാ, ട്രിവാൻഡ്രം. അവിടെ അവളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് ലീവ് എടുത്ത് നാട്ടിൽ പോയതാ. അതും ഒരാഴ്ചത്തെ ലീവ്. അതും പറഞ്ഞ അവൻ എല്ലാവരുടെയും മുഖത്തേക്കും നോക്കി. പോരട്ടെ, ചോദിക്ക്, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്ക്. അവൻ മനസ്സിലോർത്തുകൊണ്ട് വീണ്ടും എല്ലാവരെയും നോക്കി. അതാരാടാ ആ കാത്തിരിക്കുന്ന ആള്? കനകമാണത് ചോദിച്ചത്. യെസ്. കിരൺ ചാടി എഴുന്നേറ്റ് കൈയൊന്ന് കൊട്ടി കനകത്തിന് നേരെ വിരൽ ചൂണ്ടി. അത് മുകുന്ദൻ, അവിടെ മുറച്ചെടുക്കൻ. അവളെ കെട്ടാൻ പോകുന്നവനാ. പണ്ട് അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് പറഞ്ഞു വെച്ച ബന്ധാ. അത് പറയുമ്പോൾ കിരൺ ജാനെ ഒന്നുകൂടെ നോക്കി. കണ്ണടിച്ച് സ്ത്രീയുടെ തോളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ പുരികം കൂർപ്പിച്ച് വെച്ച് ചുണ്ടിന്റെ ഒരു കോണിൽ പല്ലുകൊണ്ട് ചെറുതായി കടിക്കുന്നുണ്ട്. ഏൽക്കുന്നുണ്ട് മോനെ ജാനേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നിന്റെ മനസ്സിലിരിപ്പ് ഞാൻ ചൂഴ്ന്നെടുക്കുന്നു. ഇപ്പൊ കാണിച്ചു തരാം. കിരണിനെ നോക്കിയിരുന്ന കനക അവനോട് ചോദിച്ചു. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പൊ ഈ നീലാംബരി എന്താ കിളവിയാണോ? ഇവൻ ഭ്രാന്ത് പറയുന്ന അമ്മേ. ശിവനാഥ് കിരണിന്റെ തലയിൽ കൊട്ടുകൊടുത്തിട്ടാണ് അത് പറഞ്ഞു. അതൊരു ചെറിയ കുട്ടിയാ, പക്ഷെ അവളിന്ന് കാണണം. അപ്സരസ് തോറ്റു. കണ്ടാലൊരു ബ്രാഹ്മണ കുട്ടിയുടെ ഐശ്വര്യം തോന്നും. ഐശ്വര്യം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, അതിനോടൊക്കെ ഗ്ലാമർ എന്ന് തന്നെ പറയണം. പക്ഷെ ആള് മഹാവികൃതിയാ. എന്നെയും വികൃതിനെയും വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാളിൽ നീലാംബരിയുള്ള സ്നേഹം നിറഞ്ഞു നിന്നു. ശരിയാ, ഡെയിലി 2 നേരം മധുരട്ട ചായ നിന്റെ നന്ദി കാണിക്കണല്ലോ അല്ലേ ശിവേട്ടാ? ശ്രീ കളിയാക്കുന്ന പോലെ പറഞ്ഞു. ഒന്ന് പോ ശ്രീ, ഞാൻ പറഞ്ഞ സത്യ. നിനക്ക് അത്രയും സംശയമാണെങ്കിൽ നീ കിരണിനോട് ചോദിക്ക്. അല്ലേ വേണ്ട, ഉണ്ണിക്കുട്ടിനോട് ചോദിക്ക്. ശിവനാഥ് ശ്രീയോടായി പറഞ്ഞു. ബെസ്റ്റ് ഇവനോടോ? ഇവനോട് ഞാൻ എന്താ ചോദിക്കേണ്ടത്? ആ പെൺകുട്ടിയെ കാണാൻ എങ്ങനെയുണ്ടെന്നോ? പറ ശിവേട്ടാ. 10-12 സുന്ദരി കുട്ടികളുടെ ആലോചന നോയെന്ന് ഒറ്റ വാക്ക് പറഞ്ഞ് തട്ടി തെറിപ്പിച്ചവനാവൻ. എല്ലാവരും പൊതുവെ പറയും പോലെ കണ്ണും പൂട്ടിയൊന്നല്ല. എല്ലാ കുട്ടികളുടെ ഫോട്ടോയും നല്ലപോലെ കണ്ണു തുറന്ന് കണ്ടിട്ട് തന്നെയാ നോ പറഞ്ഞു. ഇവനോട് ഈ പറഞ്ഞ നീലാംബരി കാണാൻ എങ്ങനെയാന്ന് ഞാൻ ചോദിക്കണം അല്ലേ? ശ്രീ പറയുന്നിട്ട് എല്ലാവരും ജാനെ നല്ലപോലെ ഇരുത്തി നോക്കുന്നുണ്ട്. കാരണം സെക്കൻഡ് ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. എന്റെ ശ്രീ, നീ പറഞ്ഞ 10-12 കുട്ടികളുടെ ഫോട്ടോ ഞാനും കണ്ടതാണ്. സൗന്ദര്യവും കാശും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളവർ തന്നെയായിരുന്നു. പക്ഷെ ഈ കുട്ടി അതുപോലെയല്ല. മുഖത്ത് നോക്കിയാ പിന്നെ നിലത്ത് നോക്കാൻ തോന്നില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അതുപോലെയാ, സുന്ദരി, ബഹുകേമി. അത് കേട്ട് ശ്രീ ആണോ എന്നതിൽ കിരണ് നോക്കി. അവൻ അതേന്ന പോലെ തലയാട്ടി. അത്രയ്ക്ക് സുന്ദരിയാണോ എന്ന് എനിക്കൊന്ന് കാണണല്ലോ. എന്നാണ് കിരണേ ആ കൊച്ചിന്റെ കല്യാണം? കിരണിനെ നോക്കി ശ്രീ അത് ചോദിച്ചു. കിരണിൽ വീണ്ടും ഒരു അവസരം കൂടി കിട്ടി. അവൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തു. കല്യാണം ചിലപ്പോൾ ഉടനെ കാണും. കുട്ടിക്കാലം മുതലുള്ള പ്രേമല്ലേ രണ്ടാളും. പിന്നെ ഒന്നും നോക്കിയില്ല. നീലാംബരിയെ കുറിച്ച് അറിയാവുന്ന കിരൺ അവിടെ അങ്ങ് വിളമ്പി. മുകുന്ദന് അവൾക്ക് ഇഷ്ടമല്ലെന്ന കാര്യം മാത്രം അവൻ മിണ്ടിയില്ല. കിരൺ പറഞ്ഞു കഴിഞ്ഞില്ല. അതിനുമുമ്പ് കനകം കിരണിന്റെ വാരിൽ തൂങ്ങി. നന്നായി, എല്ലാ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടാ. അച്ഛനില്ലാത്തൊരു പെൺകുട്ടി അതിന്റെ അമ്മാവിന് കൈവിടാൻ തോന്നിയില്ലല്ലോ. സ്വന്തം മകന്റെ കൈകൾ അതിനെ ഏൽപ്പിക്കാൻ തോന്നിയ മനസ്സുണ്ടല്ലോ. ശരിക്കും അയാളുടെ കാല് തൊട്ട് വന്നിക്കണം. സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? പണവും പൊന്നും കൊണ്ട് പെൺകുട്ടികൾക്ക് വിലയിടുന്ന ഈ കാലത്ത് എന്തൊക്കെ പറഞ്ഞാൽ ആ വീട്ടുകാർ ചെയ്ത് നല്ല കാര്യം തന്നെയാണ്.
ആ കുട്ടി ദീർഘ സുമംഗലിയായിട്ട് നല്ലൊരു കുടുംബിനിയായി നല്ലൊരു അമ്മയായിട്ട് അവളുടെ ഇഷ്ടക്കാരനൊപ്പം ജീവിക്കട്ടെ. സ്റ്റോപ്പ് ഇറ്റ്! അതൊരു ഗർജനമായിരുന്നു. എല്ലാവരും ഒരുപോലെ ഞെട്ടിത്തെറിച്ചു. അല്ല, തെറിച്ചുപോയി. ജാൻ ചാടി എഴുന്നേറ്റു. സ്റ്റോപ്പ് ഇറ്റ്! ഗ്രാൻമയ്ക്ക് പണ്ട് മുതലേ ഉള്ളതായത്. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാതെ ചുമ്മാ ഇരുന്ന് വായിത്തൊന്ന് അച്ചടിച്ച് വിട്ടോളും. ദാറ്റ് ഗേൾ, അവൾക്ക് ഓ ഗോഡ്, ഷീ ഡസൻറ്റ് ലൈക്ക് ഹിം. ദാറ്റ് ഗൈ, വാട്ട്? മുകുന്ദൻ, ഹീസ് എ സൈക്കോ. ആൻഡ് അവരുടെ മാരേജ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്. അത്രയും പറഞ്ഞാൽ കിരണിന്റെ നേരെ തിരിഞ്ഞു. ഈ മണ്ണൻ ഇവന് മുഴുത്ത ഭ്രാന്ത. ഈ കിരൺ പറയുന്നത്. ഗോഡ്, നീ ആരാളെ ചേറ്റേ? അവൻ പെങ്ങളെ കെട്ടിക്കാൻ നടക്കുന്നു. മുകുന്ദന്റെ മാമന്റെ കുഞ്ഞമ്മയുടെ അമ്മാവന്റെ മോനാണ്. ആ മുകുന്ദ പരമ ഇംഗ്ലീഷ് വാക്കുകൾ കിട്ടാ പറഞ്ഞു തുടങ്ങിയ ഞാൻ പിന്നീട് അങ്ങോട്ട് പച്ച മലയാളത്തിൽ ഫ്ലുവന്റ് ആയിട്ട് കിരണിനെ പച്ചക്ക് തെറി വിളിക്കാൻ തുടങ്ങി. ഒപ്പം ഒന്നും കണ്ടിട്ടുകൂടിയില്ലാത്ത മുകുന്ദനെ. കിച്ചണിൽ സൺഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ജയേന്ദ്രമേനോ തെറിവിളി കേട്ടാണ് ഹാളിലേക്ക് ഓടി വന്നു. കയ്യിലുള്ള ഗ്ലാസ് വെള്ളവും ഉണ്ട്. അയ്യോ എന്റെ ഉണ്ണിക്കുട്ട, നീ തണുത്ത വെള്ളം കുടിച്ചേ. ഈ ചെക്കന് ഇത്രക്ക് വൈൻഡാകുന്നവരെ നിങ്ങളെല്ലാം അവിടെ എന്തുണ്ടായിക്കൊണ്ട് നിൽക്കായിരുന്നു? ഇവനെ കൊണ്ടുപോയി ആ പൂളിലെങ്ങാനും കുറച്ചു നേരം മുക്കി വെക്ക്. ആരിൽ നിന്നൊരു പ്രതികരണമില്ല. അയാൾ എല്ലാവരെയും നോക്കി. ശിവനാഥ് മേനോന് ജീവൻ ഉണ്ടോ എന്ന് സംശയമാണ്. അമേരിക്കയിലൊക്കെ പോയി പഠിച്ച മനുഷ്യനല്ലേ, പാവം. ശ്രീ പാർവതി ഇരുചെവിയും ചൂണ്ടുവിരലും കൊണ്ട് പൊത്തിപ്പിടിച്ച് ഒരേ നിൽപ്പാണ്. കനകത്തെ സൂപ്പർ ഗ്ലൂ തേച്ച് സോഫിലാറ് കൊണ്ട് ഒട്ടിച്ച പോയ പോലെ ഇരുത്തിയിരിക്കുന്നു. കിരൺ നിറച്ച വെടിയുവിന് തീ കൊളുത്തിയത് അവരാണല്ലോ. പ്രതീക്ഷ എന്തോ നടന്ന പോലെ എല്ലാവരെയും നോക്കി സോഫയിൽ കമിഴ്ന്ന് കിടന്ന ഒരേ ചിരിയായിരുന്നു കിരൺ. അതും കൂടി കണ്ടപ്പോൾ ജാനൊന്ന് ചുറ്റും നോക്കി. അരക്കൊപ്പുയരുള്ള ഒരു പ്ലാൻ പോട്ട് കണ്ടതും ഓടിച്ചെന്ന് ആ ചെടിയിൽ തൂക്കി അവൻ ആ പോട്ട് ഉയർത്തി കിരൺ എഴുന്നേറ്റ് ഓടി. ഓടുന്നതിനിടയിൽ അവൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഗ്രാൻമ, നീലാംബരി അനുഗ്രഹിച്ചു കഴിഞ്ഞെങ്കിൽ ഇഴഞ്ഞെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടോ. അവന് ഭ്രാന്തളകി ശ്രീയമ്മ. അവന്റെ BP ഒന്ന് എക്കിയതോ. ഗ്രാൻപ, എനിക്കുള്ള ബിരിയാണി റൂമിന്റെ പുറത്ത് വെച്ചാൽ മതി, ഞാൻ കഥക്ക് തുറക്കൂല. തറവാട്ടിലെ നാലുകെട്ടിന്റെ നടുമുറ്റത്തേക്ക് അല്പം മുമ്പേ പെയ്തിറങ്ങിയ മഴവെള്ളത്തിൽ കാലുകൾ അഴുത്തി രസിച്ചിരിക്കുകയാണ് മായയും ലാവണ്യയും. കയ്യിൽ ഓരോ ഫോൺ വീതമുണ്ട്. എടി ലാവണി, ആ നീലാംബരിയുടെ ജോലിയെന്ന് എനിക്കറിയോ? എന്തോർത്ത് പോലെ മായ തന്റെ ഇരട്ട സഹോദരിയോട് ചോദിച്ചു. എറണാകുളത്തെ ഏതോ വലിയ കെട്ടിട, തുണിക്കട പോലെ എന്തോ ആണ്. ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന സ്ഥലം. കുറെ കിളവന്മാർ മാത്രമേ ഉള്ളൂ എന്നാ ശശിധരമാൻ പറഞ്ഞു. തനിക്കറിയാവുന്ന കാര്യം ലാവണ്യ മായയോട് പറഞ്ഞു. ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന കെട്ടിടോ? അതും വലുതോ? ഇനി വല്ല ഫാഷൻ ഡിസൈൻ കമ്പനി വല്ലതും ആണോ? മായൊരു സംശയം പറഞ്ഞു. പിന്നെ ഇവൾക്കല്ല ഫാഷൻ കമ്പനിയിൽ ജോലി കിട്ടുന്നു, അതും കിളവന്മാർ മാത്രമുള്ള ഫാഷൻ കമ്പനി. എനിക്ക് തോന്നുന്നു വല്ല ബോട്ടിക്കൊല്ലായിരിക്കും. നമ്മുടെ വഞ്ചേശ്ശിയിലെ കണ്ടിട്ടില്ലേ, എന്ത് ചെറുതായിരുന്നു, സാധാരണ തയ്യൽക്കട. എന്നാൽ ഇപ്പോഴോ ട്രിവാൻഡ്രം സിറ്റിയിൽ വലിയ ബിൽഡിങ്ങിലാണ് വാടകയ്ക്കെടുത്ത് ബോട്ടിൽ തുടങ്ങിയത്. നമ്മൾ പറയുന്ന മോഡലിൽ തയ്ച്ചു തരും. വലിയ വലിയ കല്യാണ പാർട്ടിക്കാർ വരെ അവിടുന്ന് ഡ്രസ്സൊക്കെ തയ്പ്പിക്കുന്നതാണ് കേട്ടത്. ഇവൾ അതുപോലെ വല്ല കടയിലായിരിക്കും. വല്ല തുണികൾ മടക്കാനോ തൂക്കാനോ തുടക്കാനോ മറ്റോ ആയിരിക്കും. ലാവണി പുച്ഛത്തോടെ പറഞ്ഞു. അത് കേട്ട് മായ ഒരു ദീർഘശ്വാസം എടുത്തു. ആ, ഞാനും പഠിച്ച ഫാഷൻ ഡിസൈനിങ് 1 വർഷം. റെസ്യൂം അയച്ച് മടുത്തു. ആരും വിളിക്കുകയില്ല, ഒരിടത്ത് ജോലിയും കിട്ടുന്നില്ല. തയ്യൽക്കട നടത്തിയവരൊക്കെ ബോട്ടിക്ക് വരെ തുടങ്ങി. മായ നിരാശയോടെ പറഞ്ഞു. 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചെന്ന് എഴുതി വലിയ ഫാഷൻ കമ്പനിയിൽ നിനക്ക് ജോലി എടുത്ത് വെച്ചേക്കില്ലേ? അന്ന് ഞാൻ പറഞ്ഞതാ BFT പഠിക്കാൻ, അല്ലെങ്കിൽ നിനക്ക് ഡിഗ്രി കോഴ്സെങ്കിലും പഠിക്കായിരുന്നില്ലേ? അതെങ്ങനെയാ, മെനക്കെടാൻ വയ്യല്ലോ. മായ പഠിത്തത്തിൽ ഉഴപ്പാണ്, മാത്രമല്ല മടി. പിന്നെ എപ്പോഴും ഫോണിൽ മാത്രമാണ്. പക്ഷേ ലാവണ്യ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. നീ BA കാരിയല്ലേ, നിനക്കുണ്ടോ ജോലി? ആ നീലാംബരിക്ക് വരെ കിട്ടി. പക്ഷെ അവൾക്ക് എറണാകുളം വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ഒരു ട്രിവാൻഡ്രത്തിന് ഉള്ളിൽ ഒരുപാട് തുണിക്കടകൾ. മായ സംശയത്തോടെ പറഞ്ഞു. അവളെ നാടുകടത്തിയ കൽപ്പനപ്പിച്ച് എന്റെ മൂന്നിട്ടിനെ വശീകരിക്കാതിരിക്കാൻ. ലാവണ്യമല്ലാത്ത അഹങ്കാരത്തോടെ പറഞ്ഞു. അയ്യടി, വശീകരിക്കാൻ പറ്റിയ മുതല്. അയാൾ അവൾ കയറി പീഡിപ്പിച്ചാന്ന് വിചാരിച്ചാൽ നീലാംബരി ഇവിടുന്ന് മാറ്റിയത്. അവളുടെ ദോഷം വെച്ച് നോക്കിയാൽ നിന്റെ മുകുന്ദന്റെ പിറ്റേന്ന് ചത്ത് കലങ്ങും. എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് വിവരമുണ്ട്. നീയല്ലേ ആ പെണ്ണുവിടിനെ കള്ളുടിനെ അങ്ങേരുടെ പുറകെ ഒളിപ്പിച്ചുകൊണ്ട് കിടക്കുന്നത്? ഞാൻ പറയുന്നോടൊന്നും തോന്നരുത്. നീ വേറെ ആണുങ്ങളെ കണ്ടിട്ടില്ലേ ലാവണ്യ? പൊന്നുമോളെ മായി, ഈ പെണ്ണുപിടിയനും കള്ളുപിടിയനാ ഇപ്പോഴത്തെ ട്രെൻഡ്. കുറച്ച് ഹോട്ടല്ലേ എല്ലാ കാര്യത്തിനും. ലാവണ്യ വശ്യമായ ഭാഗത്തോടെ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.